തിരുവനന്തപുരത്ത് നടു റോഡിലെ കുഴിയിൽ ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെടുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സംസ്ഥാന അതിർത്തിയിലെ ചെറുവാരക്കോണം റോഡിൽ അപകടത്തിൽപ്പെട്ട യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ശനിയാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. അപകടം നടന്ന CCTV ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരു സൈഡിൽ അപകടം നടന്ന ആ കുഴിയുടെ ദൃശ്യം കാണാം, മറു സൈഡിൽ CCTV ദൃശ്യങ്ങൾ. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, പേടിയാവുന്നു കണ്ടിട്ട്, വലിയ കുഴിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് ഈവനിങ് പ്രവിത. നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി അത് വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒരു കുഴിയിൽ വീഴുന്നു, അവിടെ നിന്ന് ഈ ബൈക്ക് തെറിച്ചു പോകുന്നത്, തലകീഴായി ബൈക്കൊക്കെ മറിഞ്ഞ് തെറിച്ചു പോവുകയാണ്. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ് പോയി ബൈക്ക് എടുക്കാൻ പോകുന്നതൊക്കെ ആ CCTV ദൃശ്യങ്ങളുണ്ട്. നമ്മളുടെ അന്വേഷണത്തിൽ നിലവിലിപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അപകടത്തിലേക്ക് നയിച്ച കാരണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സംസ്ഥാന അതിർത്തിയായ പാറശാല, അതായത് ആ റോഡിനപ്പുറം തമിഴ്നാടാണ്. അവിടെ തന്നെ, അതായത് ഈ സംസ്ഥാന അതിർത്തി, ചരക്ക് ഗതാഗതം നടക്കുന്ന സ്ഥലം, അതിനൊക്കെ അപ്പുറത്തേക്ക് കന്യാകുമാരിയിലേക്ക് വിനോദസഞ്ചാരികൾ പോകുന്നു, പൂവാറിലേക്ക് വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുഴിയുടെ ഇതേ ഭാഗത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്തുമാത്രം അപകടകരമായ രീതിയിലാണ് ആ കുഴി ഉള്ളത് എന്നുള്ളതാണ്. കാലങ്ങളായി ഈ കുഴി ഇതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പരാതി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നൊരു കാര്യം, ഇതിവിടെ മാത്രമല്ല, ഈ റോഡിലേക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് തളച്ചൻവിള എന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് കേരളത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ, ഇത് കേരളത്തിൻ്റെ റോഡാണ്, കേരളത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ പലയിടത്തും സമാനമായ കുഴികളുണ്ട്. നമ്മളെ ആ CCTV ദൃശ്യങ്ങളിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ബൈക്ക് യാത്രികന് പരിക്കേറ്റു, അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് ആശ്വാസകരം. പക്ഷേ ഈ നിരന്തരമായി ഇത്ര അപകടങ്ങൾ ഉണ്ടായിട്ടും, സംസ്ഥാന അതിർത്തിയായിരുന്നിട്ടും, കേരളം തുടങ്ങുന്ന ആദ്യ റോഡായിരുന്നിട്ടും ഏതെങ്കിലും തരത്തിൽ ഇതുവരെയും ഇക്കാര്യത്തിൽ അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു കാര്യം അത് പറയുന്നുണ്ട്. അത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പരാതിയായി പറയുന്നുണ്ട്. നമുക്ക് ഈ അത്തരം ആളുകൾ കൂടി ഇവിടെ നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം, ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ആ ദൃശ്യങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം, ഈ പ്രധാനപ്പെട്ട റോഡ്, ഇത് കേരളത്തിൻ്റെ റോഡ്, തൊട്ടപ്പുറത്തേക്ക് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പാറശാല തുടങ്ങുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് പൂവാർ റോഡാണ്. ഈ റോഡിൽ 50 മീറ്റർ മാറി വീണ്ടും ഇങ്ങനെയുള്ള വലിയ കുഴികൾ, ചെറിയ കുഴികളല്ല എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യത്തിൽ ഒന്നുകൂടി വ്യക്തമായി കാണാൻ സാധിക്കും. ഇതൊരു റോഡിൻ്റെ നടുക്ക്, അതായത് ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ, സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ നടുക്ക് വലിയൊരു കുഴി ഉണ്ടായിരിക്കുന്നു. ആ കുഴിയിൽ നിരന്തരം അപകടം ഉണ്ടാകുന്നു. പക്ഷേ അത് ആർക്കും കാണണ്ട, ഒരു സർക്കാരും ഇതിനകത്ത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ നിന്ന് മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തൊട്ടപ്പുറത്തടക്കം വലിയ കുഴികൾ, ഇതുവരെ നന്നാക്കാൻ ആരും ഇടപെട്ടില്ല. ഇത് ഒരുപാട് പ്രാവശ്യമായിട്ട് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് തവണ, നിരവധി തവണ കൊടുത്തിട്ടുണ്ട്. ഒരു ആയിരക്കണക്കിന് വാഹനം ദിവസവും കടന്നു പോകുന്നതാണ്. കാരണം കാരോട് ബൈപ്പാസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വാഹനം കടന്നു പോകുന്നത് ഇതുവഴിയാണ്. അപ്പോൾ തൊട്ടടുത്ത് ഞാൻ ഇവിടെ കടയിട്ടിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ദിവസവും നിത്യേന ഇവിടെ അപകടമാണ്. ആ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ പോലും ആരും കാണില്ല ഇവിടെ. അതാണ് യഥാർത്ഥ സത്യം. ഇതിന് മുൻപ് നടന്ന അപകടത്തിൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് തവണ പരാതി, ഇവിടുത്തെ MLA ക്കൊന്നും പരാതി കൊടുത്തില്ലേ? നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ കാരോട് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഈ വിഴിഞ്ഞമായി ബന്ധപ്പെട്ടിട്ട് വലിയ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് വന്നിട്ട് വെറും മെറ്റൽ മാത്രം നികത്തിയിട്ട് ഒരിക്കൽ പോയി. അപ്പോൾ വന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ഇതിനെ തടസ്സപ്പെടുത്തിയിട്ടതിന് ശേഷം വന്നിട്ട് രണ്ടാമത് അവർ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് പോയത്. ഇപ്പോൾ ദിവസം തോറും കുഴി അപകടവും കൂടിക്കൊണ്ടുവരികയാണ്. നിത്യേന സംഭവമാണിത്. അതായത് ഈ പരിസരവാസി, അതായത് അദ്ദേഹം ഇവിടെ കട നടത്തുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു ഇവിടുത്തെ ഒരു അവസ്ഥ. ഏതാണ്ട് ഒരു 100 മീറ്ററിനിടയിൽ 16ഓളം, നമ്മളിങ്ങനെ കുഴിയെണ്ണി വരികയായിരുന്നു, 16ഓളം വലിയ കുഴികൾ. അത് റോഡിൻ്റെ നടുക്ക്. നമ്മുടെ CCTV ദൃശ്യത്തിൽ കാണാം ആ അപകടം എങ്ങനെ ഉണ്ടായെന്ന്. നേരെ വളരെ, നമ്മൾ ഈ സാധാരണഗതിയിൽ റോഡിൻ്റെ നടുക്കൊന്നും അങ്ങനെ കുഴികൾ കാണാൻ വഴിയില്ല. അങ്ങനെ വരുന്നു, പെട്ടെന്ന് ഈ കുഴിയിലേക്ക് വീണ ബൈക്ക് ഒരു 2-3 കരണം മറിഞ്ഞ് ബൈക്ക് യാത്രികൻ തെറിച്ചു പോകുന്നതാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അപകടം.
ഇവിടെ ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ആൾ പറഞ്ഞു ഇവിടെ ബൈക്കിലടക്കം വന്ന് വീണ് ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എന്നിട്ടും ഈ അധികാരികളുടെ കണ്ണിലേക്ക്, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ കണ്ണിലേക്ക് ഇത് പെടുന്നില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. പ്രത്യേകിച്ച് സംസ്ഥാന അതിർത്തിയും വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പ്രധാനപ്പെട്ട കണക്ടിവിറ്റി, ആ ഭാഗത്തേക്ക് പോയാൽ കന്യാകുമാരി, ഇങ്ങോട്ടേക്ക് പോയാൽ പൂവാറ്, സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. വിഴിഞ്ഞത്തേക്ക് വാഹനങ്ങൾ പോകുന്നു. അങ്ങനെ വലിയ പ്രത്യേകതയുള്ള റോഡിൽ കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഇങ്ങനെയുള്ള കുഴികൾ അതിങ്ങനെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യം അത് ഈ പാറശാലയിൽ ഈ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. തളച്ചൻവിള എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ഈ അപകടകരമായ രീതിയിൽ ഇത്തരം കുഴികൾ, ഒരു മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 16ഓളം കുഴികൾ 100 മീറ്ററിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ റോഡിൻ്റെ തൊട്ടപ്പുറത്താണ്, ഏതാണ്ട് ഇവിടുന്ന് ഒരു 10 മീറ്റർ മാത്രമാണ് ദൂരം. അവിടെ അടക്കം ഇത്തരം കുഴികളാണ്. ഈ കുഴിയിൽ വീഴാതെ മനുഷ്യൻ എങ്ങനെ യാത്ര ചെയ്യും? രാത്രിയിലടക്കം വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ളൊരു ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇതിലെ ഗൗരവമായിട്ടുള്ള കാര്യം. പ്രവിധ. ഷഫീദ്, ഇത് ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ധാരാളം കടന്നു പോകുന്ന ഇടമാണ്. രാത്രി സമയത്ത് ഇങ്ങനെ ഒരു കുഴി ഉണ്ട് എന്നറിയാതെ എത്രയോ ആളുകൾ ഇനിയും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. പരിചയമില്ലാത്ത ആളുകൾ അവിടെ കുഴിയുണ്ട് എന്നൊരു പക്ഷേ എല്ലാ ദിവസവും കടന്നു പോകുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ മറ്റുള്ളവർക്ക്, പരിചയമില്ലാത്തവർക്ക് അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഗുരുതരമായൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അധികൃതർ ഇതിലേക്ക് ശ്രദ്ധ ഇനിയും നൽകാത്തത്? അനുജ, അത് തന്നെയാണ് ചോദ്യവും. നമ്മൾ ഈ വാർത്ത ഇത്ര ഗൗരവത്തിൽ വാർത്തയാക്കാനുള്ള കാര്യവും അതാണ്. പ്രത്യേകിച്ച് ആ ദൃശ്യം നമ്മുടെ കയ്യിൽ ആദ്യം അത് കിട്ടുമ്പോൾ നമുക്ക് തോന്നിയൊരു ചോദ്യമുണ്ട്. കാരണം ഈ തിരുവനന്തപുരം അറിയാവുന്ന ആളുകൾക്കറിയാം, ഈ പാറശാല എന്ന് പറയുന്നത് വലിയ ശ്രദ്ധ കിട്ടുന്ന, വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ മുൻപ് നടന്നിട്ടുള്ള സ്ഥലമാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് പാറശാലയാണ്. അപ്പോൾ ഈ പാറശാല ഭാഗത്ത് സാധാരണഗതിയിൽ ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അതിന് കൂടുതൽ ശ്രദ്ധ സർക്കാർ മുൻ വർഷങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഇത്തരം വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന പ്രശ്നമുണ്ടായിട്ടും അവസ്ഥയുണ്ടായിട്ടും ഒരു തരത്തിലും സർക്കാരിൻ്റെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് പോയിട്ടില്ല, ഇതുവരെയും പോയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ വാർത്തയാക്കിയിട്ടൊക്കെ നമ്മൾ ദിനം പ്രതി ചെയ്യാറുള്ള ആളുകളാണ്. നമുക്കിതാ ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ കുഴിയുടെ ഒരു ഗ്രാവിറ്റി, ഒരു പക്ഷേ നമുക്ക് ഇറങ്ങി നിന്നാൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതാണ്ട് ഈ പ്രധാനപ്പെട്ട ടാറിൻ്റെ അവിടുന്ന് കാര്യമായി താഴേക്ക് കുഴിഞ്ഞ് ഇത് പോയിട്ടുണ്ട്. ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല, മാത്രമല്ല അപകടങ്ങളും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. എത്ര കാലങ്ങളായി സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ഗർത്തമുണ്ടായിട്ടും ഇത്രയും വലിയൊരു കുഴി ഉണ്ടായിട്ടും അതിൽ തിരിഞ്ഞു നോക്കാൻ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ റോഡിൻ്റെ നടുക്കത്തെ കുഴി മാത്രമല്ല, തൊട്ടപ്പുറത്തെ വശങ്ങളിൽ പലതരത്തിലുള്ള കുഴികളുണ്ട്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പൂർണ്ണ അവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടല്ല. കാരണം ഇവിടുത്തെ ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞു, ഇവിടെ പരാതികൾ പലതവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഏതെങ്കിലും ശ്രദ്ധ, MLA-ക്ക് പരാതി കൊടുത്തു, MP-ക്ക് പരാതി കൊടുത്തു, മന്ത്രിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് പരാതി കൊടുത്തു. പക്ഷേ എന്നിട്ടൊന്നും ഒരു തരത്തിലും പോകുന്നില്ല എന്നുള്ളതാണ്. ഈ യാത്രക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടി ഇതിൽ കൂടി പോകുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ആ CCTV ദൃശ്യത്തിലെ അപകടം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ഈ അതിർത്തി ഭാഗത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങവേ ഈ കുഴിയിൽ വീണാണ് അപകടം ഉണ്ടായത്. നമ്മൾ ഇന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ. ഷഫീദ് റാവുത്തറാണ് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്ര ഗുരുതരമായ വീഴ്ചയാണ്, അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന്. കൃത്യമായി റോഡ് ടാക്സ് ഒക്കെ അടച്ച് നിയമങ്ങൾ പാലിച്ചു പോകുന്ന സാധാരണക്കാരായ യാത്രക്കാരാണ്. അവരുടെ ജീവൻ ഒരു വിലയില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്.